VC നിയമനത്തിൽ നിന്ന് മുഖ്യമന്ത്രിയെ ഒഴിവാക്കണമെന്ന ഗവർണറുടെ ഉപഹർജിയിലെ സുപ്രീം കോടതി വിധി തിരിച്ചടി അല്ലെന്ന് ഗവർണർ. ചില കാര്യങ്ങളിൽ വ്യക്തത മാത്രമാണ് രാജ്ഭവൻ ആവശ്യപ്പെടുന്നത്. ഇതിൽ അനുകൂലമായ നിയമോപദേശം ലഭിച്ചുവെന്നും രാജ്ഭവൻ വ്യക്തമാക്കി. ഗോപാൽ ശിലാസനുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ഗോപാൽ, നേരത്തെ തിരിച്ചടി എന്ന മട്ടിൽ തന്നെയാണ് നമ്മൾ വാർത്ത കൊടുത്തത്. അതിനിടയിൽ ആ കേസ് തുടരുന്നതിൽ സർക്കാർ സാമ്പത്തിക സഹായം നൽകില്ല എന്നത് നേരത്തെ അറിയിക്കുകയും ചെയ്തു. സുപ്രീം കോടതിയിൽ നിന്ന് വന്ന് തിരിച്ചടിയല്ലെന്നാണോ ഇപ്പോൾ രാജ്ഭവന്റെ വിശദീകരണം? ഗോപാൽ. അതെ ഡോക്ടർ അരുൺ, ഈ വിഷയത്തിൽ ഇന്നലെയാണ് ഈ സുപ്രീം കോടതി വിധി വരുന്നത്. വിധിപ്രകാരം ഗവർണർ നൽകിയ ഉപഹർജി, ആ ഉപഹർജിയിൽ ഉണ്ടായിരുന്നത് ആ നിയമന പ്രക്രിയയിൽ നിന്ന് മുഖ്യമന്ത്രിയെ ഒഴിവാക്കണം, സെർച്ച് കമ്മിറ്റിയിലേക്ക് UGC പ്രതിനിധിയെ ഉൾപ്പെടുത്തണം എന്നീ രണ്ടാവശ്യങ്ങളായിരുന്നു. ആ രണ്ടാവശ്യങ്ങളും തൽക്കാലം പരിഗണിക്കേണ്ടതില്ല, വേഗത്തിൽ പരിഗണിക്കേണ്ടതില്ല എന്നും ജസ്റ്റിസ് സുധാംശു ധൂലിയുടെ റിപ്പോർട്ട് ലഭിച്ചതിന് ശേഷം അക്കാര്യം ആലോചിക്കാമെന്നുമുള്ള മറുപടിയാണ് ആ വിഷയത്തിൽ സുപ്രീം കോടതി ഇന്നലെ നൽകിയത്. അതുകൊണ്ട് തന്നെയാണ് അത് ഗവർണർ തിരിച്ചടി എന്ന തരത്തിലേക്ക് വ്യാഖ്യാനിച്ചത്. എന്നാൽ ആ വിധി തിരിച്ചടി അല്ല എന്ന തരത്തിലേക്കാണ് ഇപ്പോൾ രാജ്ഭവൻ വിലയിരുത്തുന്നത്. കാരണം ഗവർണർ ആവശ്യപ്പെട്ടത് ഈ വിധി അപ്പാടെ മാറ്റിമറിക്കണമെന്നല്ല, പകരം ഇനി ഇപ്പോഴത്തെ നിയമനമാണെങ്കിലും ഭാവിയിലേക്കുള്ള നിയമനങ്ങളാണെങ്കിലും അതിലെ ചില കാര്യങ്ങളിൽ വ്യക്തത വരുത്തേണ്ടതായിട്ടുണ്ട്. ആരാണ് നിയമനം നടത്തേണ്ടത്? ഈ സെർച്ച് കമ്മിറ്റിയിൽ ഉൾപ്പെടേണ്ടത് ഒരു ജസ്റ്റിസ് ആണോ, അതോ അക്കാദമിക് മേഖലയിൽ പ്രാവീണ്യമുള്ളവരാണോ? മുഖ്യമന്ത്രിയുടെ റോൾ എന്താണ്? ഇനി ഭാവിയിലും മുഖ്യമന്ത്രി ഇത്തരത്തിൽ സെർച്ച് കമ്മിറ്റി നൽകുന്ന ആൾക്കാരുടെ മുൻഗണന നിശ്ചയിക്കുമോ എന്ന കാര്യങ്ങളിലൊക്കെയാണ് വ്യക്തത വേണ്ടിയിരുന്നത്. അക്കാര്യം പരിഗണിക്കാമെന്ന് തന്നെയാണ് സുപ്രീം കോടതി നൽകിയിരിക്കുന്ന വിശദീകരണം. അതുപ്രകാരം ഏതൊരു കമ്മീഷൻ ആണെങ്കിലും ഏതൊരു സെർച്ച് കമ്മിറ്റി ആണെങ്കിലും നിയമിച്ചാൽ അതിൽ ആ റിപ്പോർട്ട് പ്രാഥമികമായി ലഭിക്കണം. ആ റിപ്പോർട്ട് ലഭിച്ചതിന് ശേഷം സുപ്രീം കോടതി ഇത് പരിഗണിക്കും. അനുകൂലമായി തന്നെ ഗവർണർക്ക് വിധി വരുമെന്നാണ് പ്രതീക്ഷ. താങ്ക് യു ഗോപാൽ. ഗോപാലാണ് വിവരങ്ങൾ നൽകിയത്. ഫസ്റ്റ് റിപ്പോർട്ട്.